പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ റസൂലാണ് എന്ന് വാദിച്ചുകൊണ്ട് ചില വ്യക്തികൾ കടന്നു വരികയുണ്ടായി. ഞങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്, നമ്മൾ മുഹമ്മദ് നബിയുടെ പാർട്ട്നേഴ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കടന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. ഈ മുസൈലിമ പ്രവാചകത്വവാദവുമായി കടന്നു വരികയും അത് ഇസ്ലാമിന് തന്നെ വലിയ ഭീഷണിയായി മാറുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ, തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്നതും തെറ്റായ വാദഗതികളും ആ വാദഗതികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പടർത്താനുള്ള ശ്രമങ്ങളെയും താക്കീത് ചെയ്യാനും അവരെ ഉപദേശിക്കാനും അതിൽ നിന്ന് പിൻവാങ്ങാനും വേണ്ടി പ്രേരിപ്പിക്കാനും വേണ്ടി ഒരാളെ നിയോഗിച്ചു. റജാൽ ഇബ്നു ഹനീഫ് അയാൾ അവിടെ പോയി. അബൂബക്കറിൻ്റെ ദൗത്യവുമായി കടന്നു ചെന്ന ഈ വ്യക്തി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരു സാമ്രാജ്യമാണ്. മുസൈലിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ പ്രവാചകത്വവാദവുമായി കടന്നു വന്ന തുടക്കക്കാരനല്ല. ഇപ്പോൾ അയാൾക്ക് വലിയ ജനപിന്തുണ എവിടെയുണ്ട്, അയാൾക്ക് വലിയ അംഗീകാരമുണ്ട്, അയാൾക്ക് വലിയൊരു സാമ്രാജ്യം തന്നെ സ്വന്തമായുണ്ട്, വലിയ സാമ്പത്തികമായ ഭദ്രതയും അയാൾക്കുണ്ട്. ഉപദേശിക്കാൻ പോയ ആളെ അവർ ശരിക്കും ക്യാൻവാസ് ചെയ്യുകയും വലിയ ഓഫറുകൾ അയാളുടെ മുമ്പിലേക്ക് വെക്കുകയും ചെയ്തു. ദുനിയാവിൻ്റെ പളപളപ്പിന് മുമ്പിൽ പ്രവാചകനിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചൊരു സഹാബി പതറിപ്പോയ നിമിഷമാണത്. അയാൾ അതോടെ ഇസ്ലാം തന്നെ ഉപേക്ഷിക്കുകയും മുസ്ലിമയുടെ വലങ്കയായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. വലിയ അപകടകരമായ പ്രവർത്തനങ്ങളാണ് അയാളുടെ ഭാഗത്തു നിന്ന് പിന്നെ ഉണ്ടായത്. റസൂല് പോലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാർട്ട്ണറാണ് മുസ്ലിം എന്ന് പറഞ്ഞതായിട്ട് പോലും വ്യാജവാദങ്ങളും കള്ള ഹദീസുകളും നിർമ്മിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങി. വലിയ അപകടകരമായൊരു പ്രവർത്തനം. അതിന് നേതൃത്വം കൊടുത്തത് ഈ ഒരു മനുഷ്യൻ, നബിയിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ ദുനിയാവിനെ കണ്ടപ്പോൾ, പണം ഓഫർ ചെയ്യപ്പെട്ടപ്പോൾ അത് മറന്നുപോയി. ഇത് വല്ലാത്തൊരു പ്രലോഭനമാണ് ദുനിയാവ്. ഈ പണവും ദുനിയാവും അതിൻ്റെ മോഹങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് നമ്മളെ പരീക്ഷിക്കാൻ അയച്ചവൻ പടച്ചവൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞത് ഇന്നാ ജഅൽനാ മാ അലൽ ലസീനത ലഹാലി നബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന്. ഇതൊരു പരീക്ഷണ ലോകമാണ്. കണ്ണഞ്ചിപ്പിക്കുന്നതിൻ്റെ സൗഭാഗ്യങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോവുകയും വഞ്ചിതരായി പോവുകയും ചെയ്യുന്ന മനുഷ്യരാരാണെന്നും ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോഴും പുറങ്കാലുകൊണ്ട് ഇതിനെ ചവിട്ടി മാറ്റി എനിക്ക് പരലോകവും പടച്ചവനുമാണ് മുഖ്യമെന്ന നിലപാട് സ്വീകരിക്കുന്ന നിലപാടുള്ളവരെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ ലോകമാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ പരീക്ഷണം അതിൽ പലരും പരാജയപ്പെട്ടു പോകലാണ് കൂടുതലും സംഭവിക്കാറ്. അത്തരം ഒരു പരാജയം ഒരു സഹാബി ആയിരുന്നൊരു മനുഷ്യന് പോലും ഒരു കാലഘട്ടത്തിൽ റസൂലിൽ നിന്ന് പഠിച്ച ഒരാൾക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടെ ഇരിക്കേണ്ട ഒരു വിഷയമാണത്. ദുനിയാവെന്ന് മാത്രമല്ല, ഈ കള്ളവാദികളെയും മുസ്ലിം അവസാനത്തെ കള്ള പ്രവാചകവാദം ഉന്നയിച്ച ആളല്ല. ഇത്തരം ആൾക്കാർ നമ്മുടെ മുമ്പിൽ റസൂലിന് മുമ്പിൽ വന്ന് നമ്മൾ പറഞ്ഞില്ല, റസൂലിന് മുമ്പിൽ വന്ന ഒരാൾ പറഞ്ഞു, നബി എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങാണ്, മണ്ണിന് മീത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അങ്ങാണ് എന്ന് പറയുമ്പോൾ ഫഖറിനെ നീ പ്രതീക്ഷിക്കണം, ദാരിദ്ര്യം കഷ്ടതയെ നീ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾക്ക് ശേഷം പ്രവാചകത്വവാദവുമായി കടന്നു വന്നവരെല്ലാം പറഞ്ഞത്, എൻ്റെ പ്രവാചകത്വം അംഗീകരിക്ക്, അല്ലെങ്കിൽ എൻ്റെ നായകത്വം അംഗീകരിക്ക്, എൻ്റെ നവോത്ഥാന നിയമങ്ങളെ നീ അംഗീകരിക്ക്, നിനക്ക് പണം കുന്നുകൂടും, നിനക്ക് പണം വേണം, ദുനിയാവ് വേണോ, ഞാനാണ് പ്രവാചകൻ, അല്ലെങ്കിൽ ഞാനാണ് ഇപ്പോഴത്തെ ഇസ്ലാമിൻ്റെ നവോത്ഥാന നായകൻ, ഞാൻ കൊണ്ടുവന്ന തിരുത്തലുകൾ അംഗീകരിക്ക് എന്ന് പറഞ്ഞ് കടന്നു വന്നവരാണ് പിന്നെ വന്നവരെല്ലാം. മുസ്ലിമയിലും ആ കാറ്റഗറിപ്പെടുന്ന ആളാണ്. അയാൾ ദുനിയാവാണ് മുമ്പിൽ വെച്ചത്. നിങ്ങൾക്ക് പണം നൽകാം ആവശ്യം പോലെ, ജീവിത വിശാലത ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, എന്നോടൊപ്പം നിൽക്കുക എന്ന്. അങ്ങനെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഇസ്ലാമിനെതിരെ എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു.
അത് ഈ കാലഘട്ടത്തിൽ വരെ നമുക്കിടയിൽ വരെ വ്യാപകമായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഇവരെ ദുനിയാവിൻ്റെ വാഗ്ദാനങ്ങളും ഇവരെഴുതിയിരിക്കുന്ന ഹദീസുകളും ആയത്തുകളും ഇവരുടെ വ്യാഖ്യാനങ്ങളിലും പെട്ടെന്ന് മുസ്ലിം ഉമ്മത്ത് വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ഭീഷണിയായിരിക്കുന്നത് ഈ മോഡേൺ ഇസ്ലാം എന്നൊരു തത്വവുമായിട്ടൊരു സമൂഹം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ മോഡേൺ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കപ്പെടുന്നു, അതിനുവേണ്ടി പുതിയ ഹദീസുകൾ നിർമ്മിക്കപ്പെടുന്നു, പഴയ ഹദീസുകൾ തള്ളപ്പെടുന്നു. ഈ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഈ മോഡേൺ ഇസ്ലാം കൾച്ചറിനോട് സമൂഹത്തിന് വല്ലാത്തൊരു താല്പര്യം ജനിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കിടയിലെ ഒരുപാട് വിശ്വാസികൾ ഇന്ന് എന്ത് ചെയ്യുക, ഒരു മുസ്തഫ മൗലവി എന്ന് പറയുന്ന മുസ്തഫ ആ അകംപൊരുൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന് അവർ വ്യാഖ്യാനം എഴുതി 5-6 വാള്യങ്ങളായി. അതൊക്കെ പ്രസിദ്ധീകരിച്ച് പുറത്തിറങ്ങി. ഈ ഹദീസുകളെല്ലാം പുറന്തള്ളിക്കൊണ്ടും ആയത്തുകൾക്ക് വ്യക്തമായ നിലയിലുള്ള വിശദീകരണങ്ങൾ അള്ളാഹു റസൂലും കൊടുത്തതിന് വിപരീതമായിക്കൊണ്ട് വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടും വിശ്വാസികൾക്കിടയിൽ പുതിയൊരു പ്രബോധനവുമായി കടന്നു വന്നൊരു സമൂഹം ഇന്ന് വലിയ നിലയിൽ അവർക്ക് സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാര്യമെന്നുള്ളത്, അവർ പുതിയ നവീകരണം, ഇസ്ലാമിൻ്റെ നവീകരണമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പൗരോഹിത്യം നശിപ്പിച്ചു കളഞ്ഞ ഈ മതത്തെ നേരാക്കുക എന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹും റസൂലും പറഞ്ഞത് നിങ്ങൾ ഈ വിശ്വസിക്കുന്ന മതമല്ല, ശരിക്കും ഈ മതത്തെ ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പഠിപ്പിക്കാനിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ആൾ കൂടുന്നറിയുമോ? ഇനിയിപ്പോൾ ആൾ കൂടാൻ മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ട അറിയില്ല. ആരൊരു കൊടിയെടുത്ത് പിടിച്ചാലും അവിടെയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാവും, അവിടെയൊക്കെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകും. നമ്മുടെ ആൾക്കാർ അത്രത്തോളം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏത് സംഘടനയാകട്ടെ, ഏത് ഈർക്കിൽ പാർട്ടിയാകട്ടെ, ഉമ്മത്തിൻ്റെ എവിടെ സമ്മേളനം വെച്ചാലും അവിടെയും കാണും ലക്ഷക്കണക്കിന് ആൾക്കാർ. ആവശ്യത്തിന് മരുന്നിന് റസൂല് പറഞ്ഞ് 100 ഉണ്ടാകും ഒട്ടകം, യാത്രയ്ക്ക് യോഗ്യമായി ഒന്നും ഉണ്ടാവില്ല. അതുപോലെയായിരിക്കും എൻ്റെ ഉമ്മത്തെന്ന്. ഒട്ടകം 100 ഉണ്ടാകും, പക്ഷെ യാത്രയ്ക്ക് സവാരിക്ക് പറ്റി ഒന്നും കാണൂല എന്ന് പറഞ്ഞ കണക്കാണ്. എവിടെ നോക്കിയാലും ഏത് സംഘടനയും ആൾക്കൂട്ടമേ കാണിക്കാനുള്ളൂ. ശക്തി പ്രകടനങ്ങൾക്ക് ഒരു കുറവുമില്ല. മരുന്നിന് പോലും ഗുണമുള്ള ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഒരുത്തും പുതിയതായിട്ടൊരു പ്രസ്ഥാനം പ്രഖ്യാപിച്ചാൽ പിറ്റേന്ന് അവിടെ വലി നിൽക്കാൻ ആൾക്കാരുണ്ട്. കാരണം ജനങ്ങൾ അവിടെ കൂടാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ഖുർആൻ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്? മുമ്പ് ഹദീസ് എന്താ പഠിപ്പിച്ചത്? മനുഷ്യനോട് വ്യക്തമായ നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. അരുത്, ഇതാവാം, ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം. ഖുർആൻ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കർക്കശമായ ചില നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ചില താക്കീതുകളുണ്ട്, ചില മുന്നറിയിപ്പുകളുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഒരു ചട്ടക്കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. പക്ഷെ ഇവരങ്ങനെയല്ല. അള്ളാഹ് പറഞ്ഞതിൽ നിന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കി പഠിപ്പിക്കുകയല്ല, മറിച്ച് മനുഷ്യന്റെ താല്പര്യങ്ങൾക്കനുസൃതമായ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ വിട്ടിട്ടില്ല. ഹദീസുകൾ 99% പുറന്തള്ളുകയും ഖുർആൻ മാത്രമാണ് നമുക്ക് ആധാരമെന്ന് പറയുകയും എന്നിട്ട് ഖുർആന് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് നബിയുടെ മുമ്പിൽ വന്നൊരാൾ പറഞ്ഞല്ലോ, എനിക്ക് വ്യഭിചാരം ഒഴിവാക്കച്ചിന് പ്രയാസമാണ് നബിയെ, അതൊന്ന് അനുവദിക്കണമെന്ന്. റസൂൽ അതിന് വളരെ ഭദ്രമായി അയാൾ കൈകാര്യം ചെയ്തു. ആ തിന്മയിൽ നിന്ന് അയാളെ വിലക്കി. എന്നാൽ ഇന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഖുർആൻ അനുവദിക്കുന്നുണ്ട്, ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം കൊടുക്കും. നീ മുസ്ലിമായി തന്നെ ജീവിക്കാം, നിനക്ക് ഈ ആഭാസത്തരങ്ങൾ ചെയ്യാം. എനിക്ക് ലഹരി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഖുർആൻ ഹറാമാക്കിയത്? സ്വർഗത്തിൽ കൊടുക്കാന്ന് പറഞ്ഞ സാധനം എന്തിനാ ഭൂമിയിൽ വിലക്കുന്നത്? ഒരു ന്യായം ഖുർആൻ കൊണ്ട് തന്നെ അയാൾക്ക് അത് അനുവദമാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ പലിശ, അത് എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, പലിശ വാങ്ങിച്ചാൽ ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പലിശ കൊടുത്തേ ജീവിക്കാൻ കഴിയുള്ളൂ, അതും ഹലാലാണ്. ആരെ ഹറാമാക്കിയത്? അള്ളാഹു ഇതൊന്നും ഹറാമാക്കിയിട്ടില്ല. ഖുർആൻ ആയത്ത്, കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലദീ അഖ്റജഹാ ലിഇബാദിഹി വതയ്യിബാതി. ആരാ അള്ളാഹു ഈ ദുനിയാവിൽ അനുവദനീയമാക്കിയതിനെ എല്ലാം ഹറാമാക്കുന്നത്? ഖുർആന്റെ ചോദ്യമാണിത്. അത് ഖുർആന്റെ ചോദ്യമാണെങ്കിൽ ഖുർആൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു അനുവദിച്ച അനുഗ്രഹങ്ങളെ, അലങ്കാരങ്ങളെ വേഷത്തിൽ, അതിന് മുമ്പുള്ള ആയത്ത് കൂടി വായിക്കണം, അതിന് ശേഷമുള്ള ആയത്തും പഠിക്കണം. നിങ്ങൾ പള്ളികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ഏറ്റവും മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുക, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് മാന്യമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം, വസ്ത്രം, അത് കണക്കിന് ഭക്ഷണങ്ങൾ, ഈ വിഷയങ്ങൾ, ദുനിയാവിന്റെ ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹറാമാക്കണം? അതൊന്നും നിങ്ങൾക്ക് ഹറാമല്ല, അതൊക്കെ ഹലാൽ, അത് നിങ്ങൾക്ക് ആവോളം ഉപയോഗിക്കാം എന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ സീനത്തിനെ കൊണ്ട് ഇവർ വ്യാഖ്യാനിക്കുന്നത് മ്യൂസിക്കുകൾ, എന്തുകൊണ്ട് DJ പാർട്ടികൾ മുസ്ലിമുകൾക്കായിക്കൂടാ? എന്തുകൊണ്ട് സിനിമ മുസ്ലിങ്ങൾക്കായിക്കൂടാ? എന്തുകൊണ്ട് നാടകങ്ങൾ മുസ്ലിങ്ങൾക്കായിക്കൂടാ? എന്തുകൊണ്ട് തൊട്ട് കളിക്കുന്ന ചാനൽ പരിപാടികൾ, റിയാലിറ്റി ഷോകളായിക്കൂടാ? റിയാലിറ്റി ഷോയൊക്കെ അനുവദിക്കുകയാണ്. അന്യ പെണ്ണുമാണും തമ്മിൽ. ഇവിടെ കൊല്ലം ഷാഫി ഒരു പാട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
പാട്ടുകാരനാണ്. അയാൾ മാപ്പിളപ്പാട്ട് പാടി തുടങ്ങി എന്ത് ചെയ്യുക, മാലയും മൗലൂദും ഒക്കെ പാടി അവിടെ നിന്നൊക്കെ കയറി അയാൾ പോയി അവസാനത്തിന് അയാൾക്ക് റിയാലിറ്റി ഷോകളിൽ പോയി പെണ്ണുങ്ങളുടെ മടിയിൽ നിന്ന് ബലൂൺ പൊട്ടിക്കാനും അത് കണക്കിന് പെണ്ണുങ്ങളുമായി തൊട്ട് കളിക്കാനുമുള്ള റിയാലിറ്റി ഷോ വരെ പോയി അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ മതം ഒരു ഭാരമായി മാറി. എന്നത് ഒഴിവാക്കാനൊട്ട് താല്പര്യമില്ല. മഹാഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു സ്ഥാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ കരിയർ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അവർക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഈ മതം വിടലാണ് ബുദ്ധി എന്ന് പലർക്കും തോന്നാറുണ്ട്. ഒരുപാട് നായകന്മാരും ഒക്കെ ഈ മതം വിട്ടു പോയത് അവരുടെ കരിയറിന് പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയാണ്. അന്യമതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് മതം മാറിയിട്ട് അവർ ആ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ നിളാ നമ്പ്യാർ ശരീരത്തിന്റെ നിന്യമന്യതകളും അതിന് സൗന്ദര്യങ്ങളും പുറത്ത് ഇൻസ്റ്റ വഴിയും അത് കണക്ക് തന്നെ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അല്പവസ്ത്രങ്ങൾ ധരിച്ചിട്ട് അതൊക്കെ സ്വയം സെൽഫിയായി ഫോട്ടോ എടുത്ത് ചാനൽ വഴി പ്രദർശിപ്പിച്ച് അങ്ങനെ പണമുണ്ടാക്കുന്ന മാംസക്കച്ചവടക്കാര്, അങ്ങനെ മാംസം വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഈ മതം വിടും. മതം വിട്ടിട്ട് വേറൊരു പേര് സ്വീകരിക്കും, നമ്പ്യാരെന്നോ നായരെന്നോ അങ്ങനെ ഏതെങ്കിലും പേരൊക്കെ സ്വീകരിച്ച് മതം അങ്ങ് മാറിയിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ മതം വിടില്ല. അവർക്ക് അപ്പോഴും ഒരു അലോസരം ഉണ്ടാകും. എങ്ങാനും ഇത് സ്വർഗം ഉണ്ടെങ്കിലോ എങ്ങാനും നരകം ഉണ്ടെങ്കിലോ മരണം കഴിഞ്ഞിട്ടും അപ്പോൾ ഒരു അങ്ങോട്ടും രണ്ട് വെള്ളത്തിലും കാലിരിക്കട്ടെ, അതാണ് ശരിയെങ്കിൽ അവസാനം അങ്ങോട്ട് കിടക്കാം, ഞാൻ മുസ്ലിം ആയിരുന്നല്ലോ എന്ന് അള്ളാഹുവിന് പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം വിടാൻ ഉദ്ദേശമില്ലാത്ത ഈ ആൾക്കാർക്ക് ഇസ്ലാമിൽ ഇതെല്ലാം ചെയ്യണം. അവർക്ക് ഈ തൊട്ടുകളി വേണം, ഈ പാട്ട് വേണം, ആട്ടം വേണം, DJ വേണം, കള്ളുകുടി വേണം, വ്യഭിചാരം വേണം, എല്ലാം വേണം. എന്നാൽ ഇസ്ലാമോ ആയിരിക്കണം ഇത്. അതൊക്കെ ഇസ്ലാമാക്കി നൽകാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നതാണ് അകംപൊരുൾ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാനം എഴുതുന്ന മുസ്തഫയുടെ വാദം. അതെല്ലാം അനുവദിച്ചു കൊടുക്കുകയാണ്. ഈ മതത്തിലേക്ക് ഇപ്പോൾ ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടങ്ങളിൽ നമ്മുടെ മമ്മൂക്കോയ സിനിമാ നടൻ അയാളൊക്കെ പോയിട്ട് വലിയ നിലയിൽ ഇതിനെ പ്രശംസിക്കുകയും ഇത് ശരിയായ ഒരു വാദഗതിയിലേക്ക് വരുന്നുണ്ട്. അവർ നിൽക്കുന്ന മേഖല അതാണ്. എല്ലാ മതത്തിൽ നിന്നും ആൾക്കാർ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം മേഖലകളിൽ ഈ സെലിബ്രിറ്റികളായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരവരുടെ മതത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാറുണ്ട്. അവരുടെ മത ആരാധനാലയങ്ങൾ അവർ സംഭാവന കൊടുത്താൽ മാത്രം മതി ഉദ്ഘാടകനായും ആ നാട്ടിലെ പ്രമുഖനായും അവർ പൊന്നാടയിട്ടൊക്കെ ആദരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ മുസ്ലിങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല. ഒരു പരിഗണനയും കിട്ടാതെ വരുമ്പോൾ ഇത് ഇസ്ലാം ആയാലോ, ഇതൊക്കെ ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഇത് ഉമ്മത്തിൽ ഉപയോഗം ഉണ്ടാവും. ഈ പരിപാടിക്ക് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ചെയ്യാം. ഈ വിധത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ആൾക്കാർ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തട്ടവിട്ട താത്തമാരും ഒരുപാട് കാക്കാമാരും ഒക്കെ ആയിപ്പോ പ്രത്യേകിച്ച് ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത്തരം സെലിബ്രിറ്റികളെയാണ്, പ്രമുഖരെയാണ്. സമൂഹത്തിൽ പ്രമുഖരായി പ്രവർത്തിക്കുന്ന യുക്തിവാദ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന അത് കണക്കിന് സിനിമകൾ, നാടകങ്ങൾ തുടങ്ങിയിട്ട് ഇത്തരം രംഗങ്ങളിൽ സജീവമായി നിൽക്കുന്ന മുസ്ലിങ്ങളെ ഇവർ ക്യാൻവാസുകയും എളുപ്പം അവരിലേക്ക് കൊണ്ടുവരികയും ഇവരെ വെച്ച് ഈ മതം പ്രബോധനം ചെയ്യുന്നുണ്ട്. ഇത് എന്തിന്റെ പേരിലാണ് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നത്? മതത്തെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ സംഘടനാ ബാഹുല്യത്തിന്റെ കാരണം. അവർ തെറ്റിദ്ധരിച്ചതാണ്. ആ തെറ്റിദ്ധാരണകളെ തിരുത്താനുള്ള വിശാലത ഇല്ലാത്തതിന്റെ പേരിൽ ഈ തെറ്റിദ്ധാരണകൾ, ഓരോ തെറ്റിദ്ധാരണയും ഒരു കസേരയായി മാറി, ഒരു സ്ഥാനമുള്ള ഒരു അധികാരമായി മാറി, ഒരു സംഘടനയായി രൂപപ്പെട്ടപ്പോൾ പിന്നെ ഒരിക്കലും തിരുത്താൻ പാടില്ല, ഈ കസേരകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചില സംഘടനാ നേതൃത്വ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തെറ്റൊരിക്കലും തിരുത്താനുള്ള വിശാലതയില്ല, എങ്ങനെയും തർക്കിച്ച് തെറ്റിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മതത്തിനകത്തുള്ള സംഘടനാ പ്രശ്നം. പക്ഷെ ഇത് തെറ്റിദ്ധാരണയല്ല. മതത്തെ ബോധപൂർവം തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രീ പ്ലാൻ പദ്ധതിയുടെ ഭാഗമാണ് ഈ പദ്ധതികൾ, ഈ പ്രവർത്തനങ്ങൾ. കാരണം അവരാരാ സ്പോൺസർ ചെയ്യുന്നത്? ഈ അകംപൊരുളൊന്ന് ഖുർആൻ വ്യാഖ്യാനം എഴുതുക, ആ ഖുർആൻ വെച്ചിട്ട് നീ ജുമാ നടത്തുക, പ്രസംഗം നടത്തുക, മതപ്രബോധനം നടത്തുക, ഇത് വാള് നടത്തിയിട്ട് ജനങ്ങളെ ഉപദേശിക്കുക, ആയത്തും ഹദീസും പറഞ്ഞിട്ട് ജനങ്ങളെ ഉപദേശിക്കുക. ഇത് എങ്ങനെ ഉപദേശിക്കുക? റസൂൽ പറഞ്ഞ ഇമാം ബുഖാരി ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ചില്ലിക്കാശുകൾക്ക് വേണ്ടി പ്രവാചകനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഹദീസുകൾ എഴുതിയവൻ എന്ന പ്രയോഗിക്കുന്നത്. നമ്മളൊക്കെ പ്രവാചക വചനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ വലിയൊരു ത്യാഗം ചെയ്ത പണ്ഡിതനാണ്. പ്രവാചക വചനങ്ങൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇവരൊക്കെ അതിന്റെ മാധ്യമങ്ങളാണ്. എന്ന് പറയും പോലെ ആദ്യകാലങ്ങളിൽ വന്ന മുസ്ലിമീങ്ങളെ അവസാനക്കാർ ശപിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതവിടെ കാണുന്നത്. സാധാരണക്കാരായ വിശ്വാസികളെ കൊണ്ട് ഈ കഴിഞ്ഞുപോയ സഹാബാക്കളെ അവരെ ചീത്ത വിളിപ്പിക്കുകയും അവരെങ്ങുമല്ല ശരി, അവരൊക്കെ ചെയ്തത് മുഹമ്മദ് നബി അപകീർത്തിപ്പെടുത്തലാണ്. നബി ഇതൊന്നും പറയൂല. ഈ പറഞ്ഞതൊക്കെ നബിയാണ് പറഞ്ഞതെങ്കിൽ ഇങ്ങനെയാണോ നബി? അപ്പൊ അതും വിട്ട് നബിയും വേണ്ട, ഖുർആനിലേക്ക് വരുമ്പോ ഖുർആൻ ഞങ്ങൾ അർത്ഥം പറയും. ഇവരെങ്ങും പറഞ്ഞല്ല അർത്ഥം.
ഒന്ന് രണ്ട് ഉദാഹരണം. തബ്ബത്ത് യദാ അബീ ലഹബ് എന്നുള്ള ആയത്ത്, ആ അധ്യായം എടുത്ത് വെച്ചിട്ട് കൊല്ലം ഷാഫിയുടെ പ്രഭാഷണം 10-40 മിനിറ്റ് പ്രസംഗിക്കുകയാണ്. ജനങ്ങളെ ഉപദേശിക്കുന്നുണ്ട്, പാട്ടുകാരന്റെ ഉപദേശം. എന്താ ഉപദേശിക്കുന്നത്? ഖുർആൻ അല്ലാഹ് പറയാണ് അബൂ ലഹബിനെ ശപിച്ചിരിക്കുന്നുവെന്ന്. ഇത് 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരു വിശ്വാസി അള്ളാഹുമുള്ള മുനാജാത്താകുമ്പോൾ ആ നിസ്കാരത്തിനകത്ത് ഇത് ഓതുന്നത് എങ്ങനെയാ ഓതാൻ കഴിയുക? ഒരു മനുഷ്യനെ ശപിച്ചുകൊണ്ടാണ് പടച്ചവൻ ആരാധിക്കേണ്ടത്? ഇത് ഖുർആനിൽ ഉണ്ടാവുമെന്ന്. അപ്പൊ ഇതിന് ഈ ആശങ്കയെ ദൂരീകരിച്ചു, പുതിയ തഫ്സീർ വന്നു. അത് സത്യത്തിൽ പ്രശംസിച്ചതാണെന്ന. അത് അങ്ങനെ ഒരു ശാപമല്ല, അത് പൗരോഹിത്യത്തിന്റെ അർത്ഥം വെക്കലാണ്. അങ്ങനെ അർത്ഥമില്ലാന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ കിടത്തി എന്നും അറക്കാനുള്ള നിർദ്ദേശമുണ്ടായി എന്നുള്ളതും അത് തെറ്റായ വ്യാഖ്യാനമാണ്. തല്ലഹുൽ ജബീൻ എന്ന് പറഞ്ഞാൽ മോനെ അനുസരിക്കട എന്നാണ് അർത്ഥമെന്ന്. ഇത് 1-2 ഉദാഹരണം. ഇതുപോലെ ആയത്തുകൾക്ക് അവർ പറയുന്ന അർത്ഥം, എല്ലാ അപാസത്തരങ്ങളെയും ഹറാമാക്കുന്ന ഹലാലാക്കുന്ന അർത്ഥം ഈ ആയത്തിന് ശേഷം ഈ ഇവരെടുത്ത് ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ആയത്താണ്. എന്തുകൊണ്ട് ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ, എന്തുകൊണ്ട് ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ നിഷിദ്ധമാക്കണം? തൃഷ്ണകളോട് മനുഷ്യന്റെ ഇച്ഛകളോട് അനുകൂലമായി പ്രതികരിക്കുന്ന നിയമവ്യവസ്ഥയുടെ പേരാണ് മതം. അല്ലാതെ മനുഷ്യന് തൃഷ്ണകളെ ബലം കിട്ടുന്നതിന്റെ പേരല്ല മതം എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇന്ന് നമ്മൾ ഓഷോ രജനീഷ് എന്ന് പറഞ്ഞ ഭഗവാൻ ഓഷോ രജനീഷ് എന്ന് പറഞ്ഞ ഒരു ആൾദൈവം ഉണ്ടായിരുന്നു ഇവിടെ. അമേരിക്കയിലേക്ക് വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ച അയാളുടെ അതേ വാദഗതിയാ. മനുഷ്യന്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടാൻ പാടില്ല, മോഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പാടില്ല. അവിടെയാണ് മനുഷ്യൻ തകരുന്നത്. ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു പെണ്ണിനെ കണ്ടു, ആണിന് പെണ്ണിനെ കണ്ടിട്ട് അവളുമായിട്ട് അവൾ കിടപ്പറ പങ്കിടാൻ ആഗ്രഹിച്ചാൽ അത് അവിടെ ചെയ്യണം. അങ്ങനെ നിയന്ത്രിച്ചു. അവൻ ആഗ്രഹം തോന്നി, എന്നിട്ട് അവൻ നിയന്ത്രിച്ചു. മദ്യപിക്കാൻ തോന്നി, ആഗ്രഹം തോന്നി, എന്നിട്ടും അവൻ നിയന്ത്രിച്ചു. അങ്ങനെ അവന്റെ മുമ്പിൽ വന്ന ഓരോ ആഗ്രഹങ്ങളെയും അവൻ നിയന്ത്രിച്ചു നിർത്തിയാൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു മഹാസ്ഫോടനം ഉണ്ടാകും. അത് മനുഷ്യന് തകർത്തുകളയും. അതുകൊണ്ട് തൃഷ്ണകളോട് അനുകൂലമായി പ്രതികരിക്കണം ഏത് സന്ദർഭത്തിലും മനുഷ്യൻ. അതുകൊണ്ട് എന്റെ ആശ്രമത്തിനകത്ത് മെമ്പർഷിപ്പ് എടുക്കൂ. ഇവിടെ നിങ്ങൾ കാണുന്ന ആണിനെയും പെണ്ണിനെയും പരസ്പരം മൃഗങ്ങളെ പോലെ ഇവിടെ എന്ത് ചെയ്യാം, വേഴ്ചകൾ നടത്തി ജീവിക്കാം എന്ന ഓഫറാണ് അവർ കൊടുത്തത്. അത് കേട്ടിട്ട് കുറെ ആൾക്കാർ കൂടി അയാൾ വലിയ ഭഗവാനായിട്ട് ഇവിടെ ജീവിച്ചു. അയാൾക്ക് വലിയൊരു സാമ്രാജ്യം ഉണ്ടായി അമേരിക്കയിൽ. അവസാനം നാട് കടത്താണ് ചെയ്തത്. അയാളുടെ അതേ വാദഗതിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഖുർആൻ വെച്ചിട്ട് സംസാരിക്കുന്നത് ചില ആൾക്കാർ. നിങ്ങളുടെ തൃഷ്ണകളൊക്കെ അനുകൂലമായിട്ടാണ് നിങ്ങളുടെ വാസന. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് ആടാൻ തോന്നുന്നെങ്കിൽ ആടാം, പാടാൻ തോന്നുന്നെങ്കിൽ പാടാം, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമാണ് തോന്നുന്നതെങ്കിൽ ലഹരി ഉപയോഗിക്കണം ആഗ്രഹമുണ്ടോ ചെയ്യാം. അങ്ങനെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിന്റെ പേരല്ല മതം. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ലെന്ന് നബിയെ പറയണം. തൊട്ടടുത്ത ആയത്ത് നബിയെ പറഞ്ഞു കൊടുക്ക്. പരോക്ഷമായും പ്രത്യക്ഷത്തിലും തിന്മയെന്ന് തോന്നുന്നതെല്ലാം നിഷിദ്ധമാണ് നബിയെ. ഒറ്റ നോട്ടത്തിന് മോശമാണ് എന്ന് തോന്നുന്ന, മനസ്സാക്ഷിക്ക് തോന്നുന്ന ഇത് മോശമാണ് എന്ന് തോന്നുന്ന ഏത് പ്രവൃത്തിയും പാപമാണ്. അത് കണക്കിന് പരോക്ഷമായിട്ട് പോലും മ്ലേച്ഛവൃത്തിയാണ്. മോശം എന്ന് തോന്നുന്ന, അറപ്പ് തോന്നുന്ന ഏതൊരു പ്രവൃത്തിയും പാപം തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് തിന്മ. അപ്പൊ ഈ തിന്മകളെ സാധൂകരിക്കാൻ വേണ്ടി ഒരു മുമ്പിലെ ആയത്തിന് ഒരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ശേഷമുള്ള ആയത്ത് കൂടി പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതെങ്ങും ഇവർ ചെയ്യുന്നത് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവരെ സഹായിക്കുന്നത് ഇവിടുത്തെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. തൊട്ടുമുകളിൽ ഈ ഷാഫി തന്നെ, നമുക്ക് അത് തന്നെ പറയാം. ഒറ്റ ആളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. കൊല്ലം ഷാഫിയുടെ ഈ ഒരു പ്രശ്നം, അയാൾക്കൊക്കെ മഹല്ലുകളിൽ നിന്നും ഉസ്താദന്മാരും ഒക്കെ ഉപദേശിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, ഇങ്ങനെയെങ്കിലും ചെയ്യല്ലേ എന്ന്. ഞാൻ അങ്ങനെ ഒരു മുസ്ലിം അല്ല എന്ന് ഇന്റർവ്യൂ കൊടുത്ത ആളാ. 24 ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു മുസ്ലിം, അങ്ങനൊരു മുസ്ലിം അല്ല ഞാൻ, അങ്ങനൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ ഒരു മുസ്ലിമൊന്നും അല്ല ഞാൻ. ഈ സൂഫി സംഗീതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ കൊടുത്തൊരാളിന് അങ്ങനെ നിലനിൽക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ അന്വേഷണം നടത്തി. അപ്പോൾ ലിയാഖത്തിന്റെ ഉപദേശം ചോദിക്കുന്നത്, ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ കരിവാരിത്തേക്കുന്ന എക്സ് മുസ്ലിമിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലിയാഖത്ത്. അയാളുടെ പോയി ഉപദേശം ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ഇതിനകത്ത് പുറത്ത് വരാനും വയ്യ എന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മതം പഠിപ്പിച്ചു തരാം, ഒരു ഉസ്താദിനെ പരിചയപ്പെടുത്താം. അങ്ങനെ മുസ്തഫാനെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നേ. ഒരു യുക്തിവാദി ഇയാളെ റെഫർ ചെയ്യണമെങ്കിൽ ഇവരുടെ വേദികളിൽ, ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന വേദികളിൽ യുക്തിവാദികളെ, ഈ ജബ്ബാറിനടക്കമുള്ളവരെ നിരത്തിയിരുത്തണമെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻ വ്യക്തമാണ്. ഇവരെ ആരാ സ്പോൺസർ? ഇവിടുത്തെ യുക്തിവാദി ഗ്രൂപ്പുകളാണ്. യുക്തിവാദികൾ ആരാ സ്പോൺസർ ചെയ്യുന്നത്? ഇവിടുത്തെ ഫാസിസ്റ്റുകളാണ്. ആരാ സ്പോൺസർ ചെയ്യുന്നത്? അവർ ഇസ്രായേൽ ജൂതന്മാരാ. അവരാരാ സ്പോൺസർ ചെയ്യുന്നത്? അമേരിക്കയിലെ ക്രൈസ്തവ സയനിസ്റ്റുകളാണ്. കുരിശിന്റെ പ്രതികാരം തീരാത്തൊരു സമൂഹം, ആഗോളതലത്തിൽ ബന്ധിച്ചു കിടക്കുന്ന ഒരു ചങ്ങലയിൽ അവസാനത്തെ കണ്ണിയ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്ലാമിനെ തകർക്കുക. വലിയ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ലളിതമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും യാദൃച്ഛികമായി നടക്കുന്നതാണ് കണക്കാക്കല്ലേ. എവിടെ ഒരു സുപ്രഭാതത്തിൽ തോന്നിയ ഒരു ചിന്ത, അങ്ങനെ ഒരുത്തെ ഇറക്കി. അങ്ങനെ ഇറങ്ങിയത് മുതൽ ഇവർ ഇറക്കിയതാ.
ഇവർക്ക് കൃത്യമായ ഫണ്ട് കൊടുത്തിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു ഭാഗം, ഓരോന്നും ഓരോ രീതിയിലാണ്. യുക്തിവാദികൾ എന്താ ചെയ്യുന്നത്? ഇത് കാലഹരണപ്പെട്ട പ്രസ്ഥാനമാണ്, ഇത് പ്രാചീന കാലഘട്ടത്തിലെ ഗോത്ര സംസ്കാരമാണ്, ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിന് ഈ കാലഘട്ടത്തിൽ എന്താ പ്രസക്തി? വിദ്യാഭ്യാസമുള്ളവർക്ക് യോജിച്ചതാണോ ഇത്? അറിവുള്ള ഈ നിലയിൽ ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരം തികച്ചും അപകർഷകമായ ഒരു സംസ്കാരം, അത് അനിവാര്യമല്ല, ഒഴിവാക്കപ്പെടണമെന്ന് യുക്തിവാദികൾ വാദിക്കുമ്പോൾ, യുക്തിവാദികളുടെ അതേ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഈ കാണുന്ന ഈ ടീമുകൾ പറയുന്നുണ്ട് ഈ ഇസ്ലാം ഒരു മോഡേൺ ഇസ്ലാമാണ്, ഇവിടെ കള്ളുകുടിയും വ്യഭിചാരവും ഒക്കെ അനുവദിക്കുന്ന ഒരു ഇസ്ലാം നമുക്കുണ്ട്, ആ ശരിയായ ഇസ്ലാം മനസ്സിലാക്കാത്തത് നമുക്ക് പറ്റി തെറ്റുകയെന്ന്. അത് ഇസ്ലാമിന്റെ ആത്മീയതയെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആൾക്കാർ ശ്രമിക്കുന്നു. ഇസ്ലാമിൽ നിന്നും വിശ്വാസികളെ അടർത്തിയെടുക്കാൻ വേണ്ടി യുക്തിവാദം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഇതിൽ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളെ കൊന്നുതള്ളാൻ വേണ്ടിയിട്ട് ഫാസിസമോട് പ്രവർത്തിക്കുന്നു. അവരുടെ പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഫാസിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. ഈ ലെബനാനിൽ നടക്കുന്നതും ലിബിയയിൽ നടക്കുന്നതും അതോടൊപ്പം തന്നെ ഫലസ്തീനിൽ നടക്കുന്നതും മനുഷ്യരുള്ള വിരോധം കൊണ്ടല്ല. അങ്ങനെ നമ്മൾ കണക്കാക്കിയോ? മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആരും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കുറെ മനുഷ്യരെ കൊല്ലുകയല്ല ഉദ്ദേശം, ഇസ്ലാമിനെ തകർക്കുക എന്നത് മാത്രമാണ്. ഈ കാണുന്ന എല്ലാ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ പൗരത്വം നിഷേധിച്ചു, 28ഓളം ആൾക്കാർ ജയിലിലടച്ചു, 2 കുട്ടികളെ വെടിവെച്ചു കൊന്നു. ബംഗാളിൽ 2 കുട്ടികളെ, പിഞ്ചു മക്കളെ വെടിവെച്ചു കൊന്നു. പൗരത്വം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ആവാമെന്നത്. ഈ മണ്ണിൽ പിറന്നു വീണ മനുഷ്യൻ, പതിറ്റാണ്ടുകളായി തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവർ, അവർ ഈ രാജ്യന്റെ പൗരമല്ലേ? ആ പൗരത്വം കൊടുക്കേണ്ടതല്ലേ മാന്യത? ഇനി പൗരത്വം ഇല്ല, അവർ ഈ നാട്ടുകാരല്ല. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തവരാണെങ്കിൽ ബംഗ്ലാദേശ് ഇവിടെ ലോകത്തുള്ളതല്ലേ? ചന്ദ്രനിലാണോ? തൊട്ടടുത്ത രാജ്യമാണല്ലോ. അവിടുത്തെ നേതാക്കളുമായി സംസാരിക്കാൻ കഴിയണം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരുണ്ട്, തിരിച്ചേൽപ്പിക്കാം, അവർക്ക് സുരക്ഷിതമായ ജീവിതം കൊടുക്കാൻ മനുഷ്യനോട് മാന്യത കാണിക്കുന്നവർ എവിടെ? ഹ്യൂമൻ റൈറ്റ്സ് എവിടെ? മനുഷ്യാവകാശം. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുമ്പോൾ തടവറയിലിടാനും വെടിവെച്ചു കൊല്ലാനുമാണ് ചെയ്യേണ്ടത്. പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം മനുഷ്യന്റെ ആത്യന്തിക അവകാശമല്ലേ? അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മുസ്ലിം ആകുമ്പോൾ വെടിവെച്ചൂലാന്ന്. ഇതൊന്നും കുറെ മനുഷ്യരെ കൊല്ലാനുള്ള ഒരു ആർത്തി കൊണ്ടല്ല, ഇസ്ലാമിനെ തകർക്കാനുള്ള പദ്ധതികളുടെ ഒരു ചരടിൽപ്പെട്ട ഒരു കുറെ ആസൂത്രണങ്ങൾ, കുറെ ആലോചനകൾക്കിടയിൽ വരുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണിത്. അതിലൊന്നും ഇങ്ങനെ പറയും, മറ്റൊന്ന് യുക്തിവാദം പറയും, മറ്റൊരു കൂട്ടം ആൾക്കാർ മുസ്ലിമീങ്ങൾ ഒറ്റപ്പെടുത്തും, ഭീകരതയും തീവ്രതയും ഇസ്ലാമിന്റെ അക്കോട്ടും കൊണ്ടിട്ടിട്ട് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവർ സ്പോൺസർ ചെയ്തിട്ടൊരു സംഘടന ഉണ്ടാക്കി, IS എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് കൊണ്ടുവരും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ടെററിസ്റ്റ് ഗ്രൂപ്പ് അവർ തന്നെ ഉണ്ടാക്കിയത്. എന്നിട്ട് അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ആഗോള ഭീകരന്മാരായിട്ട് മുസ്ലിമീങ്ങളെ എങ്ങനെ നിർത്തണം ഒരു ഭാഗത്ത്, അത് ഇസ്ലാം വിരോധാഭാസം സമൂഹത്തിൽ ഇങ്ങനെ ചെലുത്തിക്കൊണ്ട് ഇസ്ലാമിനോട് വിരുദ്ധത, അതിനെ വെറുക്കണം ജനങ്ങൾ. എന്താ ഈ മതത്തെ ഇങ്ങനെ വെറുക്കാൻ കാര്യം? മനുഷ്യരുള്ള വെറുപ്പൊന്നുമല്ല, പലസ്തീനികളുള്ള വെറുപ്പല്ല ഇത് ഇന്ത്യക്കാരോ ഇന്ത്യൻ മുസ്ലിങ്ങളുള്ള വെറുപ്പല്ല, മ്യാൻമറിലെ മുസ്ലിമുകളുള്ള വെറുപ്പല്ല. ലോകത്ത് എവിടെയും മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളുടെ കാരണം ആ മനുഷ്യനുള്ള വെറുപ്പല്ല, നിറത്തിനോടുള്ള വെറുപ്പല്ല, മറിച്ച് ഈ മതത്തിനോടുള്ള വെറുപ്പ. എന്താ ഇത്ര വെറുക്കാൻ കാര്യം? ഈ മതം എന്താ അപരാധം ചെയ്തത്? നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ത് അപരാധം ചെയ്തിട്ടാണ് ഇങ്ങനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? എന്ന് വിശന്ന് പറഞ്ഞവൻ ആഹാരം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തളികയിലേക്ക് അടുക്കുന്നത് പോലെ ലോകത്തുള്ള സർവ്വശക്തികളും ഇസ്ലാമിനെ വെട്ടിക്കറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി വീഴുന്നതിന്റെ കാര്യം എന്താണ്? റസൂൽ പറഞ്ഞതുപോലെ എന്താ കാര്യം? ഇസ്ലാമിനോടുള്ള ഈ വെറുപ്പിന്റെ കാര്യം എന്താണ്? എന്താ ഈ ദ്രോഹം ചെയ്തത് ലോകത്ത്? വെറുപ്പിന് കാരണമുണ്ട്. കാരണം ഇതിന്റെ വിശ്വാസവും ഇതിന്റെ കൾച്ചറും ഇതിന്റെ കൺവിൻസിങ് സ്വാധീന ശക്തിയും എന്നുള്ളത് ലോകത്തും മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ കഴിയില്ല, ഒരു പ്രത്യാശാസ്ത്രത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത സംഗതിയാണ്. അതാ വെറുപ്പ്. വെറുപ്പിന്റെ കാരണം വ്യക്തമായി പറയാം. ഒന്നാമത് ഇതിന്റെ വിശ്വാസമാണ്. ഇതിന്റെ വിശ്വാസം എന്നുള്ളത് ഏകദൈവത്വമാണ്. ഏകദൈവത്വം ആർക്കും മനസ്സിലാകുന്ന ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകം എങ്ങനെ ഉണ്ടായി, ആരാ ഇത് ഉണ്ടാക്കിയത്, എന്നെ ആരാ പടച്ചത് എന്നൊരു ചോദ്യവുമായിട്ട് നിഷ്പക്ഷമായി സത്യസന്ധമായ അന്വേഷണത്തിനൊരു മനുഷ്യൻ തുനിഞ്ഞിറങ്ങിയാൽ അവന് വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരേ സ്ഥലം ഉണ്ടാവുള്ളൂ. ദൈവം ഏകനാണ്, അരൂപിയാണ്, അവനെ കാണാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ചക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷ പശ്യതി തദേവ ബ്രഹ്മത്വം വിധിനേതം വിദിതം ഉപാസത എന്ന് പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവൻ, എന്നാൽ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അവനാണ് ദൈവം, ഏകനായ ഇലാഹ്. ലോകത്തെ പടച്ചവൻ ഒന്നാണ്, ഒരാളാണ് ലോകം മൊത്തം, ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്നവൻ. അവൻ നമ്മൾക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ശക്തിയല്ലത് എന്ന് കൃത്യമായ ബോധ്യത്തിലേക്ക് മനുഷ്യനെത്തും. വേറെ മാർഗ്ഗമില്ല. ത്രികേയത്വം അങ്ങും അംഗീകരിക്കാൻ മനുഷ്യന്റെ ബുദ്ധി അനുവദിക്കില്ല. 33 ദൈവങ്ങൾ അംഗീകരിക്കാൻ മനുഷ്യന് യുക്തി അംഗീകരിക്കില്ല. മനുഷ്യന്റെ മുമ്പിൽ ദൈവം ശക്തനാണ്, അതുകൊണ്ട് ദൈവത്തിന് ഒരുപാട് തലയും കൈയും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യൻ അംഗീകരിക്കൂല.
ഈ ലോകത്തെ പടച്ചവന് കൈയും കാലം കൂടുതലാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾക്ക് കുറെ കാര്യം കൈയും വെച്ച് കഴിഞ്ഞാൽ അവരാണ് സൃഷ്ടിച്ചതെന്ന്, അല്ലെങ്കിൽ ഈ മണ്ണിൽ ജനിച്ച് മരിച്ചുപോയ കുറെ മനുഷ്യന്മാർ കുറെ ദിവസം ഇവിടെ ജനിച്ചു, ജീവിച്ചു, കഴിച്ചു, കുടിച്ചു, വിവാഹം കഴിച്ചു, മക്കളെ ഉണ്ടാക്കിയിട്ട് മരിച്ചുപോയി. അവരെ ചരിത്രം പറഞ്ഞിട്ട് അവരാണോ ദൈവമെന്ന്. ആ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പൂജകളും വഴിപാടുകളും നേർച്ചകളും പ്രാർത്ഥനകളുമായി കഴിച്ചുകൂടുന്ന വിഡ്ഢികൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർ ഇന്ന് എത്തി നിൽക്കുന്ന അവസാനത്തെ മാർഗം എന്നുള്ളത് ദൈവമേകവനാണ്. ദൈവമേകമാണ്. ആ ഏകത്വം ഇവിടെ ലോകത്ത് ഉറക്കെ പറഞ്ഞത് ഇസ്ലാം മാത്രമാണ്. അതാണ് ഒന്നാമത്തെ വെറുപ്പ്. പെർഫെക്റ്റ് ആയ ഒരു വിശ്വാസം ഇസ്ലാമിനുണ്ട്, നമുക്കില്ലാതെ പോയത് അവർക്കുണ്ട് എന്ന്. ഇതിന് അസൂയ പൂണ്ടേണ്ട കാര്യമുണ്ടോ? അസൂയയാണ് പലപ്പോഴും വെറുപ്പാവുന്നത്. പലപ്പോഴും നമ്മൾ ഈ വളരെ ലളിതമായി സിമ്പിളായി ചിന്തിക്കാൻ നമുക്കൊരു ഉദാഹരണത്തിന് നമ്മൾ സഹോദരങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും, നാട്ടുകാരായിരിക്കും, പരസ്പരം നല്ല ചങ്ങാതികളുമായിരിക്കും. പക്ഷെ ഒരുത്തൻ നന്നായാൽ പെട്ടെന്ന് അവൻ ഒരു സുപ്രഭാതത്തിൽ നന്നായി, വലിയ പൈസക്കാരനായി, അവൻ ഗൾഫിലൊക്കെ പോയി വന്ന് വലിയ വസ്തുവൊക്കെ മേടിച്ചു, വീടൊക്കെ വെച്ച് വലിയ കാറൊക്കെ ആയി, പോയിട്ട് സുപ്രഭാതത്തിൽ അവൻ നന്നായാൽ എൻ്റെ കൂട്ടുകാരൻ നന്നായിട്ടോ, അവൻ രക്ഷപ്പെട്ടു എന്നാണോ പറയുക? ആരെ വെട്ടിച്ചിട്ട് വന്നാണ്? അറബിയെ എത്തിങ്ങാനിലാക്കിയിട്ട് ആളിങ്ങ് പോന്നു എന്ന് പറയും. കാരണം അവൻ നന്നായെങ്കിൽ അതെന്ത് അവൻ തട്ടിപ്പ് കാണിച്ചിട്ടാ. ഒരുത്തൻ അങ്ങനെയെങ്കിൽ നന്നാവാനൊന്നും ആയിട്ടില്ലെന്ന്. ഒരുത്തൻ നന്നായിരിക്കുന്നത് നമ്മൾ അസൂയയോടെ നോക്കുന്നത് മനുഷ്യന് സഹജമായൊരു സ്വഭാവമാണ്. ഇതുപോലെയാണ് ഈ ഏകത്വം പറയുന്നതിനും പെർഫെക്റ്റായ വിശ്വാസം ലോകത്ത് പഠിപ്പിക്കുന്ന ഇസ്ലാമിനോട് മറ്റു പ്രത്യാശാസ്ത്രങ്ങൾ കഴിയുന്നവർ വെറുപ്പ് വെക്കുന്നു. അത് വൈരാഗ്യമായി മാറുന്നു, അത് നീ ശത്രുതയായി മാറുന്നു, അതവർ പ്രകടിപ്പിക്കുന്നു. അതവിടെ കാണുന്നത്. അതിന്റെ കാര്യമുണ്ടോ? ഇത് തുറന്നിട്ടൊരു വാതിലല്ലേ, ഈ ആർക്കും കയറി വന്നൂടെ? ഇന്നലെ വരെ ജനിച്ചതൊക്കെ ഹിന്ദു കുടുംബത്തിൽ, ക്രിസ്ത്യൻ കുടുംബത്തിൽ, ജൂത കുടുംബത്തിൽ. നാളെ നമ്മൾ ആ മതത്തിൽ ഏകദൈവത്വം വിശ്വാസത്തിൽ കടന്നു ചെന്ന ബന്ധുക്കളാണ് നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും. പലരും നഷ്ടപ്പെട്ട് അവിടെ ചെന്നാലോ രണ്ടാം കിട പൗരന്മാരായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയുണ്ടോ ഈ മതത്തിനകത്ത്? ഇന്നലെ വന്നവനും ഇന്ന് വന്നവനും പാരമ്പര്യമായി മതത്തിൽ ജീവിച്ചവനും ഇന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് തന്നെയാണ്. ഈ ഇസ്ലാമിനകത്ത് അങ്ങനെ ഒരു രണ്ടാം കിട പൗരന്മാർ എന്നൊരു പ്രയോഗം തന്നെ ഇല്ല. എല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. വിശ്വാസം, ആദർശം എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും നെഞ്ചുകളെ കൂട്ടിക്കെട്ടുന്ന ഒരു മുത്തുമാല ഇഴ പോലെയാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, അത് ഇന്ന് പറഞ്ഞവനും ഇന്നലെ പറഞ്ഞവനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞവനും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുപോലെയാണ്. മുസ്ലിങ്ങൾക്ക് രണ്ടാം കിട പൗരത്വം ഇല്ല ഇവിടെ. കടന്നു വരാം അവർക്ക്, പക്ഷെ കടന്നു വരുന്നില്ല. പുറത്തു നിന്നിട്ട് അവർ വൈരാഗ്യം കാണിക്കാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് ഇസ്ലാമിനോട് വിരോധം കാണാൻ രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ഇസ്ലാമിന്റെ കൾച്ചറാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട് ലോകത്ത്, പെർഫെക്റ്റ് ആയ ഒരു സംസ്കാരമുണ്ട്. അതിന് രണ്ട് തരത്തിൽ എന്ത് ചെയ്യുക, മതപരമായും പ്രത്യാശാസ്ത്രപരമായുള്ള വിരോധമുണ്ട് എന്നതിനുപരിയായിട്ട് കോർപ്പറേറ്റുകൾക്ക് അടങ്ങാത്ത ദേഷ്യം ഈ കൾച്ചറിനോടുണ്ട്. ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്നുള്ളത് പ്രധാനമായിട്ടും മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കാൻ പാടില്ല, മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം പാഴാക്കി കളയാൻ പാടില്ല എന്നതാണ് പ്രധാനമായ ഉപദേശം. അത് ഊന്നിയാണ് ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ലഹരിയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കമ്പോള വസ്തു. വേൾഡ് ഈസ് എ മാർക്കറ്റ്. ലോകമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കമ്പോളമാണ് എന്നതാണ് കോർപ്പറേറ്റിന്റെ ഭാഷ. ഇവിടെ എന്നും കച്ചവടം ചെയ്യണം. ഗർഭപാത്രവും കച്ചവടത്തിന് വെക്കണം, ശവവും കച്ചവടത്തിന് വെക്കണം, അവയവങ്ങളും കച്ചവടത്തിന് വെക്കണം, എന്നും വിറ്റ് പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അവർക്ക് എന്തും വിൽക്കാൻ കഴിയണം. നമ്മുടെ ഏറ്റവും വലിയ കച്ചവട ചരക്ക് പെണ്ണുടലുകളും പെണ്ണിന്റെ ശരീരവും മദ്യവും മയക്കുമരുന്നുമാണ്. അതാണ് ഏറ്റവും വലിയ കച്ചവട ചരക്ക്, ഏറ്റവും വലിയ ലാഭം കൊയ്യുന്ന ബിസിനസ്. ആ ബിസിനസ്സിൽ നിന്ന് 200 കോടിയിലേറെ മനുഷ്യരെ മാറ്റി നിർത്തുന്നത് ഇസ്ലാമാണ്. എല്ലാ മുസ്ലിങ്ങളും ഒഴിവായി നിൽക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും മുസ്ലിം സൊസൈറ്റിയിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തും ജീവിക്കുന്നവരെ പോലും ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ സ്വാധീനം കൊണ്ട് അവർ പലരും ലഹരി ഉപയോഗിക്കാറില്ല, ഈ ആഭാസതലങ്ങൾക്ക് പോകാറില്ല. ഈ മതത്തിന്റെ കൾച്ചർ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാരെ അവർ കസ്റ്റമറാക്കാൻ കഴിയില്ല. ഈ കച്ചവടക്കാരന്റെ കണ്ണെപ്പോഴും അവന്റെ മാർക്കറ്റിംഗിലായിരിക്കും. അതങ്ങനെയാണ്, അവരുടെ ഐഡിയ ആണ്. അവരങ്ങനെ ചിന്തിക്കുള്ളൂ. ഇപ്പൊ എൻ്റെ കടയിൽ നിന്ന് ഒരാളൊരു സാധനം വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൻ പിന്നെയും വരണമെന്നും അവന്റെ വീട്ടിന്റെ അടുത്തുള്ളവൻ കൂടി എൻ്റെ കടയിലെ കസ്റ്റമർ ആക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ഒരാൾ കൂടി അധികം വന്നാൽ മാർക്കറ്റ് വിശാലമായില്ലേ, ലാഭങ്ങൾ വിശാലമായില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ആക്കണം. ഇസ്ലാമിക രാജ്യങ്ങളും ലഹരിയിൽ കൂത്താടുന്ന സാഹചര്യം ഉണ്ടാകണം. കോസ്മെറ്റിക്സുകൾ ഏറ്റവും വലിയ വ്യാപാര മേഖലയാണ്. ഈ മുഖവും മൂടി നടക്കുന്ന പെണ്ണുങ്ങൾ ഇനി എന്നാണ് ഇതൊക്കെ വാരി തേക്കുന്നത്? ചെറിയ ലിപ്സ്റ്റിക്കുകൾ, മുട്ടുസൂചിയിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. ജപ്പാൻകാരൻ മരണപ്പെട്ടു പോയിട്ട് ഒരാൾ പ്രസംഗിച്ച് കേട്ടല്ലോ. അയാളുടെ എന്താ പരിപാടി? അയാൾ ഏറ്റവും വലിയ ബിസിനസ്സുകാരനും ഏറ്റവും വലിയ കോടീശ്വരനുമായി മരിച്ചു പോയ ഒരാൾ. അയാൾക്ക് വേറെ പരിപാടിയുമില്ല, സിബിന്റെ പരിപാടിയുള്ളൂ. പാന്റിനുണ്ടാക്കുന്ന സിബ്, അതിന്റെ മാത്രം പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ വിധത്തിൽ ചെറിയ ഓരോ ഉൽപ്പന്നങ്ങളും ആഗോളതയിൽ വലിയ വാണിജ്യമാണ് നടക്കുന്നത്. അതിന്റെ ലാഭം
ഇവിടെ പെർഫ്യൂമുകളായിട്ട്, ബോഡി ക്രീമുകളായിട്ട്, സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് മാർക്കറ്റിൽ വരുന്ന ഈ വസ്തുക്കളെല്ലാം വിറ്റഴിക്കപ്പെടണം. കോടിക്കണക്കിന് മനുഷ്യർ ഇതിൽ ആകർഷിക്കേണ്ടതുണ്ട്. തട്ടവും മൂടുപടവും വലിച്ചെറിഞ്ഞിട്ട് മുഖം ഭംഗിയാക്കുന്ന പെണ്ണുങ്ങളുണ്ടാകണം അതിന്. അതൊക്കെ വേണ്ടേ? അപ്പൊ ഇവർ ഈ ഇസ്ലാമിന്റെ കൾച്ചർ ഉണ്ടല്ലോ, ഈ സംസ്കാരം, ഇത് ഇവർക്ക് മതപരമായി പ്രത്യാശാസ്ത്രപരമായ ഒരു വിരോധമുണ്ട്. പെർഫെക്റ്റ് ആയ ഒരു കൾച്ചർ അവർക്കുണ്ട്, സംസ്കാരം അവർക്കുണ്ട്. ഏത് കാര്യത്തിലും പഴുതില്ലാതെ അവർക്കൊരു നിയമവും നിയന്ത്രണവും ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കാൻ മാത്രം പോകുന്ന മികവുറ്റൊരു ഇസ്ലാമിന്റെ മികവാണ്. അതിനൊക്കെ ഉപരിയായി കോർപ്പറേറ്റുകൾക്ക് വലിയൊരു ഭീഷണിയാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ഈ സംസ്കാരത്തെ ഉടക്കണം, ഈ ആത്മീയതയെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് മോഡേൺ ഇസ്ലാമുകാർക്കും ഫണ്ടിങ് ഉള്ളത്. ഈ നിലയിൽ ഇസ്ലാമിനുള്ള വിരോധത്തിൻ്റെയൊക്കെ മൂലകാരണങ്ങളിൽ രണ്ടാമത്താണ് ഈ കൾച്ചർ. അബൂ താലിബ് പോലും പറഞ്ഞതെന്താണ്? വലക്കത് അലിംദു അന്ന ദീന മുഹമ്മദി മിൻ ഹൈരി അദ്യാനിൽ ബരിയത്തി ദീന. ഭൂമുഖത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രത്യാശാസ്ത്രം അത് ഇസ്ലാമാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് സമൂഹത്തിൽ, എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ ഏത് കുട്ടികൾക്കും അറിയാം. അങ്ങനെ ഒരു കുടുംബ മഹിമയുള്ള അബൂ താലിബിന് തൽക്കാലം ഈ മതത്തിൽ ചേർക്കാൻ നിവൃത്തിയില്ല എന്നതായിരുന്നു അയാളുടെ പ്രശ്നം. ഈ ശത്രുക്കൾക്ക് പോലും പ്രശംസിക്കാൻ കഴിയുന്ന വിധം മഹത്തായ ഒരു സംസ്കാരമാണ് ഇസ്ലാമിനുള്ളത്. ആ സംസ്കാരത്തിനോടുള്ള വെറുപ്പാണ് ഇന്ന് ഇസ്ലാമിനോടുള്ള വെറുപ്പായി മാറിയിട്ടുള്ളതും മുസ്ലിങ്ങളോടുള്ള വെറുപ്പായിട്ട് മാറിയിട്ടുള്ളത്. ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു? ഇസ്ലാമിനകത്ത് നിൽക്കാൻ കഴിയാത്ത വിധം ഭീഷണിപ്പെടുത്തുക, കൊന്നുതള്ളുക, പൗരത്വം നിഷേധിക്കുക, അങ്ങനെ പല ഭീഷണികൾ മുസ്ലിങ്ങൾക്കെതിരിൽ. ഇത് കാണുമ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ നിൽക്കുന്നവൻ പോലും ഒന്ന് അറക്കും. എന്ത് ചെയ്യും? അയ്യോ, മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല, ഒരു നല്ലൊരു കരിയർ ഉണ്ടാവില്ല, നല്ലൊരു ജോലിയെ പോലും കിട്ടില്ല, ഒറ്റപ്പെടുത്തപ്പെടും, അവകാശങ്ങൾ നിഷേധിക്കപ്പെടും, നീതി പോലും മാറി നിൽക്കും മുസ്ലിമിന്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് മറ്റുള്ളവർക്കിടയിൽ ഒരു അകലമുണ്ടാക്കുക. അതോടൊപ്പം തന്നെ ലോകത്തുള്ള ഇസ്ലാമിനെ അടുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം തന്നെ ഭീകരതയാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരക്കി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇസ്ലാമോഫോബിയ. അപ്പൊ ഇത് രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ഒന്നാമത് വിശ്വാസമാണ്, രണ്ടാമത് കൾച്ചറാണ്. ഇതിനൊരു കൺവൻസിങ് സ്വഭാവമുണ്ട്. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനെയും അംഗീകരിപ്പിക്കാൻ, അവനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു വിശ്വാസവും സംസ്കാരവുമാണ് ഖുർആനുള്ളത്, ഇസ്ലാമിനുള്ളത്. ആരെയും കൺവിൻസ് ചെയ്യാൻ കഴിയും. ആലോചിക്കുക, ഓരോന്നും വിശ്വാസപരമായ കാര്യങ്ങൾ പരിശോധിച്ചാലും, അത് കണക്ക് തന്നെ ഇതിന്റെ സാംസ്കാരികമായ ഇതിന്റെ മൂല്യങ്ങളെ കുറിച്ച് പരിശോധിച്ചാലും എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒറ്റ വാചകം: പെർഫെക്റ്റ് ആണ്. ഇതിലൊന്നും തിരിച്ചാനില്ല, ഇതിലൊന്നും കുറയ്ക്കാനില്ല, ഇതിലൊന്നും കൂട്ടാനില്ല. ഇത്രയും കൃത്യമായ ഒരു വിശ്വാസ സംഹിതയും ഒരു ജീവിത സംസ്കാരവും ലോകത്ത് മറ്റൊന്നില്ല എന്ന് ഒരു താരതമ്യം പഠനം നടത്തുന്ന ഏതൊരു വ്യക്തിയെയും കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതതിനോടുള്ള വെറുപ്പ്. ഇതിനെ ആരെങ്കിലും പഠിക്കാൻ തയ്യാറായാൽ, ഇതിനെ ഏത് മതക്കാരൻ പഠിക്കാൻ തയ്യാറായാലും, ഏത് വിശ്വാസി പഠിക്കാൻ തയ്യാറായാലും, ഇതിനോട് കഠിന വൈരം വെച്ച് പുലർത്തുന്നവർ, ഇതിനങ്ങ് തകർത്ത് കളയണം എന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാർ പോലും എത്ര ആൾക്കാരാണ് ഇസ്ലാമിനോട് കടുത്ത വിരോധം വെച്ച് പുലർത്തിയിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പേന ചലിപ്പിച്ചവർ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സിനിമ പിടിച്ചവർ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പ്രഭാഷണ വേദികളിൽ നിന്ന് പ്രഭാഷണ വേദികളിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നവർ. കൂടുതൽ പ്രസംഗങ്ങൾ ഗംഭീരമാകണം, കൂടുതൽ വിമർശനങ്ങൾക്ക് മൂർച്ച കൂടണം, കൂടുതൽ മ്ലേച്ഛമായിട്ട് ഇസ്ലാമിനെ അവഹേളിക്കണമെന്ന് കണക്കാക്കി ഇസ്ലാമിനെ പഠിക്കാനിരുന്നപ്പോൾ ഒടുവിൽ അവർക്ക് ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നു. ഇത്രയും മനോഹരമായ സംസ്കാരത്തെയാണോ ഞാൻ ഇത്രയും കാലം ആക്ഷേപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാവിൽ നുള്ളിക്കൊണ്ട് പശ്ചാത്തപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിലേക്ക് വന്നവർ പാശ്ചാത്യ ലോകത്ത് പോലും കുറവല്ല. തകർക്കാൻ ശ്രമിക്കുമ്പോഴും വളരുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. അത് അവരോട് വെറുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന എന്ത് ചെയ്യുക, ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വരെ വ്യാപകമായിട്ട് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിൻ്റെ വിശ്വാസവും അതിൻ്റെ കൾച്ചറും തന്നെയാണ്. അല്ലാതെ എന്താണ്? ആരെങ്കിലും എവിടെയെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ട്, പൈസ തരാം ഇങ്ങോട്ട് വരാൻ. ദുനിയാവ് കാണിച്ചിട്ട് വളർത്തുന്ന മതമല്ല വിശുദ്ധ ഇസ്ലാം. ദുനിയാവ് നഷ്ടപ്പെടുവടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇതിലോട്ട് വന്നാൽ ദുനിയാവിൽ ക്ലേശം ഉണ്ടാവും, ദുനിയാവ് നഷ്ടപ്പെടുത്തും, അവസരങ്ങൾ നഷ്ടപ്പെടും. മുസ്ലിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്ര ചലഞ്ചിങ് ആണെങ്കിലും നമുക്ക് ഇന്ന് വരെ അനുഭവിച്ച് സ്വാതന്ത്ര്യവും സുഖങ്ങളും ഒക്കെ പലതും നഷ്ടപ്പെടും, ബോധപൂർവം പലതും ത്യജിക്കേണ്ടി വരും. ഉറക്കം കുറയും, ആരാധനകളും ദിക്റുകളും കൂടും, വേഷങ്ങൾ എങ്ങും തൊടാതെ നടന്ന വേഷങ്ങൾ മാറിയിട്ട് ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും. ഇന്നലെ അവർ ആടിത്തിമിർത്തതുപോലെ പൊതു അങ്ങാടിയിൽ ആടിത്തിമിർക്കാൻ പെണ്ണിന് അനുവാദം ഉണ്ടാവില്ല എന്നെല്ലാം അറിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും. കാരണം ഈ മതത്തിൽ, ഈ ആചാരത്തിൽ, ഈ സംസ്കാരത്തിൽ ജീവിച്ചിട്ട് പരലോകം പിടിക്കാമെന്ന് സായിപ്പുകൾ പോലും മദാമകൾ പോലും തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ കാരണം എന്താണ്? ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും പെർഫെക്റ്റ് ആയതിന്റെ വെറുപ്പാണ് ഇവർ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെറുപ്പിനെ കൊണ്ടാണ് ഈ ഇസ്ലാമിനെ തകർക്കുക എന്നൊരു അജണ്ടയുമായി അവർ ആസൂത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിധിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വരും ഒരു കാലഘട്ടം നിങ്ങൾക്ക്
ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് നിങ്ങളിലേക്ക് ദജ്ജാലൂന കദ്ദാബൂൻ, കുറെ ദജ്ജാലുകളും കദ്ദാബുകളും കടന്നു വരും. യഅതൂനകും മിനൽ ഹദീസ് മാ ലം തസ്മഉ അൻതും വആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത ഹദീസുകളുമായി അവർ കടന്നു വരും. അവർ മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊന്നുമല്ല മതം, ഇതാണ് മതം, മതത്തിന്റെ നവീകരണ രൂപം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കടന്നു വരും. അങ്ങനെ കുറെ ദജ്ജാലുകൾ വരും. യഥാർത്ഥ ദജ്ജാല് വരുന്നതിന് മുമ്പ് കുറെ കള്ളവാദികൾ ഇവിടെ കടന്നു വരും. അതിൽ പല ആൾക്കാരും നബിയുൻ, ഞാനൊരു പ്രവാചകനാണെന്ന് പോലും പറഞ്ഞുകൊണ്ട് അവർ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചിലപ്പോൾ വാക്കാൽ പറയണമെന്നില്ല, പ്രവൃത്തി കൊണ്ട് അവർ എന്ത് ചെയ്യും? ഇതിന്റെ നവീകരണം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇതൊരു കാലഘട്ടം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന നിലയിൽ പ്രബോധനം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇയ്യാഹും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്തരം പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, ഇത്തരം കദാബുകളും ദജ്ജാലുകളും കടന്നു വരുമ്പോൾ അവരുടെ മായാവലയത്തിൽ നിങ്ങൾ വീണു പോകാൻ പാടില്ല. അവർ മുമ്പിൽ വെക്കുന്ന ദുനിയാവായിരിക്കും. അതുകൊണ്ട് ആ മോഹവലയത്തിൽ നിങ്ങൾ വീണു പോകാൻ പാടില്ല. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? ഒരു സുരക്ഷ ഒരുക്കണം. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരെ സൂക്ഷിക്കുന്ന, അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശയപരമായി അവർ പൊള്ളവാദം ഉന്നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തകർക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവരുടെ ആശയദാരിദ്ര്യം, അവരുടെ കൃത്യമായ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഭാഗമാണ്, അല്ലാതെ ഇസ്ലാമിൽ അവർക്ക് ഓഹരിയില്ല എന്ന് കൃത്യമായി ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് അവരെ തുറന്നു കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മളിലേക്ക് വെച്ചിട്ടുള്ളൊരു ഹദീസുണ്ട്. ബദഅൽ ഇസ്ലാം ഗരീബൻ സയഊദു കമാ ബദഅ എന്ന്. ഇസ്ലാം അപരിചിതമായിട്ട് ആരംഭിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുപോലെ തന്നെ ഇത് മടങ്ങുകയും ചെയ്യുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാർക്ക് ജീവിച്ചു വന്നൊരു കാലഘട്ടത്തിൻ്റെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ എല്ലാം പുതുമയുള്ള ഒരു അറിവായിരുന്നു. വളരെ കുറഞ്ഞ ആൾക്കാരിലൂടെയാണ് അത് സ്വീകരിക്കപ്പെടുന്നതും അത് അംഗീകരിക്കപ്പെടുന്നതും പ്രചരിക്കപ്പെടുന്നതും. ഈ വിധത്തിൽ ഇസ്ലാമിനെ അപരിചിതമായി തീരുന്നൊരു അന്തരീക്ഷം വരാനിരിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഒരു കാലഘട്ടം നമ്മൾ നാൾക്ക് നാൾ ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ജനസംഖ്യ മുകളിലേക്ക് പോകുന്നതോറും മുസ്ലിങ്ങളുടെ എണ്ണവും കൂടുന്നതാണ് കണക്ക് ലോകത്ത് കാണുന്നത്. ലോകത്ത് ഏറ്റവും വലിയ വളർച്ചയുള്ള മതവും ഇസ്ലാമാണ്. ലോകത്തിന് ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതം എന്നുള്ളത് മുസ്ലിങ്ങളാകും എന്നതും ലോകത്ത് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ റസൂൽ പറഞ്ഞതാണെങ്കിലോ ഇസ്ലാം അപരിചിതമായി മാറുമെന്നാണ്. ശരിയാണ്, മുസ്ലിങ്ങൾ എണ്ണം കൊണ്ട് ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഇസ്ലാം അത് ലായിബുക്കാമനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു എന്ന് പറയും പോലെ നാമമാത്രമായി ഇസ്ലാം അവിടെ അവസാനിക്കും. നമ്മൾ ഇസ്ലാമിൽ നിന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ഒന്നുമല്ല പലപ്പോഴും ഇസ്ലാം. നമ്മൾ മഹാഭൂരിപക്ഷം ആൾക്കാരും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ജീവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ സത്ത, അന്തസത്ത, അതിൻ്റെ ആത്മാവ് അത് തൊട്ടറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഈ മതം പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്തുന്ന വിഷയത്തിലും നമ്മൾ അമ്പെ വലിയൊരു സൊസൈറ്റി അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു 10 പേരെ നോക്കിയിട്ട് നമ്മുടെ പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കാൻ വരുന്ന, ഈ ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ദഅവത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 5-10 പേരെ നോക്കിയിട്ട് ലോകത്ത് വിലയിരുത്താൻ നിൽക്കില്ല. ലോകത്ത് ഇസ്ലാം തുടങ്ങിയതിനേക്കാളും മോശമായ ഒരു അവസ്ഥയിൽ ഇത് അപരിചിതമായി മാറും. ഇതിൻ്റെ ആശയങ്ങൾ ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ സത്യത്തെ, ആ വെളിച്ചത്തെ വീശുന്നവർക്ക് മംഗളങ്ങൾ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജനങ്ങൾ കൈയൊഴിയുമ്പോഴും ഈ ആശയത്തെ ഏറ്റെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചമായി വെക്കുന്ന, അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജ്ഞമായിരിക്കുന്ന അറിവുകളെ, ഇസ്ലാമിന്റെ അറിവിന്റെ മുത്തുമണ്ണികളെ പെറുക്കിയെടുത്ത് ജനങ്ങളെ ആ വിലയേൽപ്പിക്കുന്ന മഹത്തായ മൂല്യമുള്ള ഇസ്ലാമിന്റെ അറിവുകളെ പ്രബോധനം ചെയ്ത് സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന പ്രബോധന രംഗത്ത് സജീവമായി നിൽക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിന്റെ മംഗളങ്ങൾ നേരുന്നൊരു വാചകമുണ്ട്. അത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇന്ന് ജനങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എളുപ്പം യുക്തിവാദത്തിന് പിടിയിൽ പോകുന്നുണ്ടെങ്കിൽ, മോഡേൺ ഇസ്ലാമിൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഇസ്ലാം ഇന്ന് മുർത്തതായി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അജ്ഞതയാണ്. റസൂൽ പറഞ്ഞതുപോലെ അജ്ഞത അരങ്ങ് വാഴുന്നൊരു കാലഘട്ടം ലോകത്തുണ്ടാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടാകാതെ ലോകം അവസാനിക്കില്ല. അറിവ് കുറഞ്ഞു പോവുകയും അറിവ് ശുഷ്കിച്ചു പോവുകയും അജ്ഞത ലോകം കളം നിറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇന്നത് നടക്കുന്നത്. അജ്ഞതയാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് മാറ്റി ജനങ്ങളിലേക്ക് അറിവിൻ്റെ വെളിച്ചം വീശേണ്ട ബാധ്യത ഉമ്മത്തിനുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ മതം പഠിക്കുകയും ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള പ്രവൃത്തിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.